പാർലമെൻറ്റ് 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കോഴിക്കോട് പ്രസ് ക്ലബ്ബ് ഒരു മുഖാമുഖം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് നന്നായി. അതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എനിക്ക് കോഴിക്കോട് പ്രസ് ക്ലബ്ബുമായിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇന്ന് തന്നെ ഇന്ത്യയിൽ 16 സംസ്ഥാനങ്ങളിൽ 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 സീറ്റുകളിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ട പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് തമിഴ്നാടടക്കം തെക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി വൻപിച്ച വിജയം നേടും എന്നുള്ളതാണ്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിൽ 2019 പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം കൂടി കിട്ടിയ 48 സീറ്റായിരുന്നു. ഇത്തവണ അതിൽ നിന്ന് ഗണ്യമായ വർധനവ് ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലൊരു മതേതര ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോഴുള്ള ചിത്രമല്ല ഇപ്പോഴുള്ളത്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സന്ദർഭത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഗണ്യമായ മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് 10 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനെതിരായുള്ള ശക്തമായ ജനവികാരം പ്രകടമാണ്. ആ ജനവികാരം ഫസ്റ്റ് ഫേസിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടമാണ്. അപ്പോൾ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയും എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസ് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കും വർഗീയ താൽപ്പര്യങ്ങൾക്കുമെതിരായി ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിക്കുക, അതാണ് കോൺഗ്രസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDAക്ക് കിട്ടിയത് 35% വോട്ടാണ്. ബാക്കി 65% വോട്ട് ഭിന്നിച്ചു പോയി. ആ ഭിന്നത ഒഴിവാക്കിയാൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് എന്ത് വിട്ടുവീഴ്ച ചെയ്തും മുന്നണി ശക്തിപ്പെടുത്താനും BJPയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ ഒരു തരംഗവും നിലവിലില്ല. തെറ്റായ പ്രചരണമാണ് BJP നടത്തുന്നത്. അബ് കി ബാർ 400 പാർ എന്നൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തവണ 400 സീറ്റിൽ കൂടുതൽ നേടും എന്നുള്ള കള്ളപ്രചരണം നടത്തി രാജ്യത്തൊട്ടാകെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വാസ്തവം പരിശോധിച്ചാൽ BJPയുടെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി അതുകൊണ്ട് തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കേരളത്തിൽ UDFന് വൻപിച്ച മുന്നേറ്റമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിയുന്നത്. 20ൽ 20 സീറ്റും UDF നേടുന്ന ഒരവസ്ഥയുണ്ട്. 20-20. കഴിഞ്ഞ തവണ 20ൽ 19 സീറ്റേ നേടാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇത്തവണ അത് 20ൽ 20 സീറ്റ് നേടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ? ഒരു മന്ത്രിമാരും പ്രചരണ രംഗത്തില്ല.
ഒരു മന്ത്രിയെയും ഒരു പൊതുവേദിയിൽ കാണാനില്ല. മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഒരു മന്ത്രിയും ഒരു പ്രചരണത്തിനുമില്ല. മുഖ്യമന്ത്രി തന്നെ ഈ മന്ത്രിമാരെയെല്ലാം വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള CPMൻ്റെ വിലയിരുത്തൽ അനുസരിച്ചാണ് എല്ലാ മന്ത്രിമാരെയും പിൻവലിച്ചിരിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഒരു പ്രസ്താവന പോലും കാണുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ മുഹമ്മദ് റിയാസ് വളരെയേറെ പ്രസ്താവനകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി കോഴിക്കോട്ടെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പോലും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ കേരളത്തിലെ മന്ത്രിമാർ പോലും വിഡ്രോ ചെയ്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത്രമാത്രം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ്. CPMൻ്റെ അണികളിൽ പോലും അത് വളരെ വ്യക്തമാണ്. അവർ വളരെ നിർജീവമാണ് പലയിടത്തും. കാരണം ഈ ഭരണകൂടത്തെ നിയന്ത്രിക്കാനുള്ള താല്പര്യമില്ലായ്മയാണ് പാർട്ടി അണികൾക്കും അനുഭാവികൾക്കുമുള്ളത് എന്നത് വളരെ വ്യക്തമാണ്.